കേരളത്തിൻ്റെ വികസന ദിശയും ജനക്ഷേമ പദ്ധതികളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു അതിഥിയാണ് ഇന്ന് സൈന സൗത്ത് പ്ലസ് പ്രസൻസ് ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റിൽ രേണുവിനൊപ്പം ഉള്ളത്. ഇദ്ദേഹം ഒരു MP ആയിരുന്നു, MLA ആണ്, മന്ത്രി കൂടിയാണ്. ജനിച്ചത് പഞ്ചാബിലാണ്, അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. ഇദ്ദേഹത്തിന് യാത്രയും ഭക്ഷണവുമാണ് ഏറെ ഇഷ്ടം. 24 രാജ്യങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. എൻ്റെ അതിഥി എന്നെ നോക്കുന്നുണ്ട്. സർ, സ്വാഗതം. ശ്രീ MP രാജേഷാണെന്ന് നമുക്കൊപ്പമുള്ളത്. സർ, ഇത്രയും സാറിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊന്ന്, താങ്കൾ 38ാമത്തെ വയസ്സിൽ MP ആവുന്നു. അതുവരെ സംഘടനാ പ്രവർത്തനങ്ങളിൽ തന്നെയായിരുന്നു. ഇപ്പോൾ MP ആവുക എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ലൈഫ് പെട്ടെന്ന് അങ്ങ് ചേഞ്ചായി, 5 കൊല്ലത്തേക്ക് സെറ്റായി, ഭയങ്കരമായ ആനുകൂല്യങ്ങൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി, പേഴ്സണൽ സ്റ്റാഫ്, അതായത് ഭയങ്കര ഒരു മാറ്റം. എൻ്റെ ക്യൂരിയോസിറ്റിയിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും ഈ പറയുന്ന അത്രയും വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ ലൈഫ് സെറ്റാണോ MP ആയി കഴിയുമ്പോൾ? അതിന് മുമ്പ് ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്നും അതിന് ശേഷം ജീവിച്ചത് എങ്ങനെയാണെന്നും നോക്കിയാൽ മതി. അത് നാട്ടുകാർക്ക് അറിയാമല്ലോ. അവിടെ ഇത് ഇങ്ങനെ ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകൾ, അതിശയോക്തിപരമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഈ MP, MLA എന്നിവരെ കുറിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ 10 കൊല്ലം MP ആയ അനുഭവത്തിൽ നിന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ MPമാർ കേരളത്തിൽ നിന്നായിരിക്കും. ഞങ്ങൾ സാധാരണ തമാശയായിട്ട് പറയുകയെ, നമ്മളെല്ലാം BPL MPമാരാണ്. വേറൊരു കാറ്റഗറി ഉണ്ട്, IPL MPമാർ, പ്രീമിയർ ലീഗിലെ MPമാർ എന്ന് പറഞ്ഞ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോക്സഭ എടുത്താലും രാജ്യസഭ എടുത്താലും 545 പേര് ഇവിടെ, അവിടെ 240 ഉണ്ടല്ലോ. ബഹുഭൂരിപക്ഷവും ബില്യനേഴ്സാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അവർ MP എന്ന നിലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയവരല്ല. അവർ ബിസിനസ്സുകാരായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് ബിസിനസ് വളർത്തുകയും ചെയ്യുന്നു. രണ്ടുമുണ്ട്. അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്നവരല്ല നമ്മളാരും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾക്ക് MP എന്നതിൽ കിട്ടുന്ന ആനുകൂല്യം വ്യക്തിഗതമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് പാർട്ടിക്കുള്ളതാണ്. പാർട്ടി നിശ്ചയിക്കുന്ന ഒരു അലവൻസാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ഭേദപ്പെട്ട, കാരണം ഈ ചുമതലകൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരു അലവൻസ് വേണമല്ലോ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് MPക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും നേരെ വ്യക്തിഗതമായിട്ടല്ല പോവുക. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു വേറെ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന താമസ സ്ഥലം പോലും പൂർണ്ണമായിട്ടും MPക്കല്ല. അതും നമ്മൾ പാർട്ടിക്ക് കൊടുക്കും. പാർട്ടി അവിടെ നിന്ന് ഒരു താമസ സ്ഥലം നമുക്ക് അലോട്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന, എഴുതി കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയല്ല. അതായത് ഒരു MP ആയി കഴിയുന്ന പുറകെ തന്നെ പേഴ്സണൽ സ്റ്റാഫായി, പിന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, വേറൊരു ലെവലിലാണ്. അതിന് എന്നെ വിളിച്ചപ്പോൾ ആരാ ഫോൺ എടുത്തതെന്ന് നോക്കിയാൽ മതിയല്ലോ. ഇപ്പം ഞാൻ MP അല്ല, മന്ത്രിയാണ്. ആരായിരുന്നു ഫോൺ എടുത്തത് എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഇങ്ങനെ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ ഈ പെരുപ്പിച്ച കാര്യങ്ങളല്ലേ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് MP ആയിരിക്കുമ്പോൾ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വേണ്ടി ഇൻ്റർസിറ്റിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ TT വന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ട് ആന്ധ്രയിൽ നിന്നുള്ള കുറച്ച് അയ്യപ്പ ഭക്തന്മാർ എൻ്റെ അടുത്ത് വന്നിട്ട് പരിചയപ്പെട്ട് അവർക്ക് ഭയങ്കര അത്ഭുതം. അവർ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അവസാനം ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊന്നൊരു MP ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റില്ല, ഇന്നേ വരെ കണ്ടിട്ടില്ല. MPമാരൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമോ? അവർക്ക് അത്ഭുതമാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ വ്യത്യാസമുണ്ട്. കേരളത്തിലെ ജനപ്രതിനിധികൾ എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ BPL ആണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെയാണ് കേട്ടോ പറയാറുള്ളത്. അഭിമാനത്തോടെയാണ്. മറ്റവരെ നിങ്ങൾക്ക് പലരും സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് ഉള്ളവരാണെന്ന്. അവരെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇപ്പോൾ പാർലമെൻറ്റിൽ ഞങ്ങളുള്ളപ്പോൾ കാണാം, അവരെല്ലാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ കോടികൾ വിലമതിക്കുന്ന വാഹനങ്ങളാണ്. ഞങ്ങൾ സാധാരണ എന്താ ചെയ്യുന്നതെന്നറിയോ? പാർലമെൻറ്റിൽ ഈ സ്വന്തമായിട്ട് വാഹനമില്ലാത്ത MPമാർക്ക് ഒരു ട്രാൻസ്പോർട്ട് ഡെസ്ക് ഉണ്ട്. അവിടുന്ന് 10 രൂപ കൊടുത്താൽ ഒരു വണ്ടി വരും, നമ്മളെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഡ്രോപ്പ് ചെയ്യും. ആ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ സാധാരണക്കാരായ ജനപ്രതിനിധികൾ ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട്
ഞാൻ പറഞ്ഞ അതൊരു തച്ചുടച്ച പോലെയാണ് സാർ ഇപ്പം മറുപടി പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പം സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് സത്യപ്രതിജ്ഞ ചെയ്ത പിറ്റേ ദിവസം സ്പീക്കറും കൂടി ആവുകയാണ്. അതൊരു അപൂർവ നേട്ടമാണ്. മാനസികമായി അതിന് സാറ് തയ്യാറെടുത്തിരുന്നു എന്നൊക്കെ ഉള്ളത് സാറിന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ സ്പീക്കർ എന്ന് പറയുന്ന ആൾ അവിടെ ഒരു സഭാ അധ്യക്ഷൻ, നാഥൻ എന്നതിലുപരി നിഷ്പക്ഷനാവണമെന്നത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്കൊക്കെ നമ്മുടെ ഐഡിയോളജീസ് ഉണ്ട്. അങ്ങനെയുള്ള ഐഡിയോളജീസ് വെച്ച് നമ്മൾ സ്പീക്കറായിട്ടിരിക്കാനായിട്ട്, നിഷ്പക്ഷനാവാനായിട്ട് സാധിക്കുമോ എന്നതൊരു ചോദ്യം. രണ്ടത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എളുപ്പമാണ്? അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഞാൻ എൻ്റെ നിലപാട് സ്പീക്കറായിട്ട് തന്നെ തീരുമാനിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞു. അന്ന് പലർക്കും അത് അത്ര ദഹിച്ചില്ല, അല്പം വിവാദം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയം പറയാതിരിക്കില്ല. സ്പീക്കറാണെന്നതുകൊണ്ട് രാഷ്ട്രീയം പറയാൻ പാടില്ലെന്നില്ല, രാഷ്ട്രീയം പറയും. നിയമസഭയിൽ എന്നെ സ്പീക്കറായി ചെയറിലിരുത്തിയ ശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും ഒരു അഭിനന്ദിച്ചുകൊണ്ടുള്ളൊരു ഉപചാര പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഇത് ഉദ്ധരിച്ച് വിമർശിച്ചു. ആദ്യത്തെ പ്രസംഗത്തിലാണെന്ന് നോക്കണം. ഞാൻ സ്പീക്കറായിട്ട് ആ കസേരയിൽ ഇരുന്നിട്ടേ ഉള്ളൂ. ആ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് വിമർശനം വന്നു. സാധാരണഗതിയിൽ അത് കാരണം പ്രതിപക്ഷത്തിന് കൂടി സ്വീകാര്യനാവണമല്ലോ സ്പീക്കർ. അപ്പം ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങയുടെ പ്രസ്താവന വളരെ നിർഭാഗ്യകരമായി പോയി. സ്പീക്കർ പദവിയുടെ ഒരു പാരമ്പര്യമുണ്ട്, അത് രാഷ്ട്രീയ സ്പീക്കർമാരാരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിമർശിച്ചു. അല്പം ഞാനൊന്ന് പകച്ചുപോയി. പക്ഷെ മറുപടി പ്രസംഗത്തിൽ ഞാൻ വ്യക്തത വരുത്തി. ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോഴും പറയുന്നു. രാഷ്ട്രീയം ഞാൻ പറയുക തന്നെ ചെയ്യും. പക്ഷേ അങ്ങ് ധരിക്കുന്നത് പോലെ കക്ഷി രാഷ്ട്രീയമല്ല. രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിമിതമായിട്ടുള്ള വൃത്തം മാത്രമാണ് കക്ഷി രാഷ്ട്രീയം. അതിന് പുറത്തും വിശാലമായൊരു മേഖലയുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സഭ ഒന്നടങ്കം ഡെസ്കിലടിച്ചാണ് ആ പ്രസ്താവനയെ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവും ഡെസ്കിലടിച്ചാണ് സ്വീകരിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, സ്പീക്കറായാൽ സ്പീക്കറുടേതും ഒരു പൊളിറ്റിക്കൽ ഓഫീസാണ്, രാഷ്ട്രീയമായൊരു പദവി തന്നെയാണ്. പക്ഷേ സഭയിൽ രണ്ട് പക്ഷങ്ങൾക്കിടയിൽ നിഷ്പക്ഷനാവണമെന്ന് മാത്രമേ ഉള്ളൂ. സഭയിലെ കക്ഷി രാഷ്ട്രീയത്തിൽ പുറത്തെ കക്ഷി രാഷ്ട്രീയത്തിലും പങ്കാളിയാവരുത്. ഇപ്പോൾ വർഗീയതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്പീക്കറായിരുന്നുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളെ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ. രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPM, കോൺഗ്രസ്, BJP എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മാത്രമല്ല. അതിനപ്പുറത്തേക്ക് വിശാലമായ രാഷ്ട്രീയമുണ്ട്, സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. അത് പറയാതെ എങ്ങനെയാണ്? അതെല്ലാവർക്കും ഉണ്ട്. ഒരു ചൊല്ലുണ്ട്, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ രാഷ്ട്രീയം ഇടപെടുന്നു. നമ്മളാരും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളല്ല. അരാഷ്ട്രീയം എന്നൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. എവിടെയോ ഒരു പക്ഷവും എവിടെയോ ഒരു തീർച്ചയായിട്ടും എല്ലാവർക്കും പക്ഷമുണ്ട്. ബ്രോഡായിട്ട് നോക്കിയാൽ എല്ലാവർക്കും പക്ഷമുണ്ട്. ചിലർ തിരിച്ചറിയുന്നുണ്ടാവില്ല. തിരിച്ചറിയാത്തവരാണ് എനിക്ക് പക്ഷമില്ല, ഞാൻ നിഷ്പക്ഷനാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പക്ഷമില്ല. നിഷ്പക്ഷം എന്നൊരു പക്ഷമില്ല, രണ്ട് പക്ഷമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നൊരു പ്രശ്നത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടോ? അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. അത്രയേ ഉള്ളൂ. അത് ഒരു നിലപാടുണ്ടോ? നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ആ നിലപാട്, അഭിപ്രായം ആളുകൾ പലതരത്തിൽ പ്രകടിപ്പിക്കും. ചിലർ പാർട്ടിയിൽ ചേർന്ന് പ്രകടിപ്പിക്കും, ചിലർ ജാഥയിൽ ചേർന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കും, ചിലർ പ്രസംഗിച്ച് അത് പ്രകടിപ്പിക്കും, ചിലർ ഫേസ്ബുക്കിൽ എഴുതി പ്രകടിപ്പിക്കും. അത് ആവിഷ്കാരത്തിൻ്റെ, രാഷ്ട്രീയ നിലപാട് ആവിഷ്കരിക്കുന്നതിൻ്റെ വ്യത്യസ്ത രീതികളാണ്. ലീലാവതി ടീച്ചർ പറഞ്ഞില്ലേ, ഗാസയിലെ കുട്ടികൾ വിശന്ന് മരിക്കുമ്പോൾ എനിക്ക് പിറന്നാളിന് എങ്ങനെയാണ് തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങുക എന്ന് ചോദിച്ചു. അത് രാഷ്ട്രീയമാണ്, അത് കക്ഷി രാഷ്ട്രീയമല്ല. മാനവികതയുടെ ഒരു വിശാലമായിട്ടുള്ള രാഷ്ട്രീയമാണ്. മാനവികതയുടെ രാഷ്ട്രീയമുള്ള ഒരാളിൽ നിന്നേ അത് വരും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്തോ മോശം കാര്യമെന്നോ വളരെ ഇടുങ്ങിയ സങ്കുചിതമായൊരു കാര്യമെന്നോ ധരിക്കണ്ട. അതിൻ്റെ ഒരു മേഖല മാത്രമാണ് കക്ഷി രാഷ്ട്രീയം. ഇപ്പോൾ സാർ, ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ ചർച്ചയിലായ ഒരു കാര്യമാണ് അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാനമായി, അതായത് ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും സംസ്ഥാനമായി കേരളത്തിനെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് ഇതൊരു PR സ്റ്റണ്ടാണ് എന്നാണ്. ഈ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഇത് ശരിക്കും എങ്ങനെയാണ്? ഞാൻ എനിക്ക് കിട്ടിയത്, അതിൻ്റെ ഭയങ്കര സന്തോഷം എനിക്കുണ്ട്. കിട്ടിയത്
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച നേട്ടത്തെക്കുറിച്ചുള്ള വളരെ വിഖ്യാതമായ ലണ്ടനിൽ നിന്നിറങ്ങുന്ന എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള ദ എക്കോണമിസ്റ്റിലെ ഒരു റിപ്പോർട്ടാണ്. ദ എക്കോണമിസ്റ്റ് പോലെ ഒരു പ്രസിദ്ധീകരണം ഇതിനെക്കുറിച്ച് എഴുതണമെങ്കിൽ അത് PR ആണെന്ന് പറയുന്നവരെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും വിവരദോഷികൾ മാത്രമേ ഇത് പറയൂ. അത്രയും കൂപമണ്ഡൂകങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമേ എക്കോണമിസ്റ്റ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് PR-ൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറയാം. കേരള ക്യാൻ ടീച്ച് എ തിങ് ഓർ ടു അബൌട്ട് സോഷ്യൽ വെൽഫെയർ എന്നും പറഞ്ഞിട്ടാണ് എക്സ്ട്രീം പോവർട്ടി റാഡിക്കേഷനെ കുറിച്ചുള്ള എക്കോണമിസ്റ്റിലെ ഒരു ലേഖനം. ഇപ്പോൾ ദ ഹിന്ദു ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രമാണ്. അവർ എ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് മുഖപ്രസംഗം എഴുതിയിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മുഖപ്രസംഗം എഴുതി. മറ്റ് പല ഫോബ്സ് മാസിക ബന്ധപ്പെട്ടിരുന്നു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്, അമേരിക്കയിൽ നിന്നുള്ള ഫോബ്സ് മാസിക. അപ്പോൾ ആഗോള മാധ്യമങ്ങളാകെ ഇത് ശ്രദ്ധിക്കുകയാണ്. ഈ ആഗോള മാധ്യമങ്ങളൊക്കെ ഏതെങ്കിലും PR-ൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നവരല്ല. കാരണം ഇതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ അജ്ഞത ഒരലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ഇതൊക്കെ പറയാം. പക്ഷേ ഈ മാധ്യമങ്ങളെക്കുറിച്ചും അവയുടെ വിശ്വാസ്യതയെക്കുറിച്ചും ക്രെഡിബിലിറ്റിയെക്കുറിച്ചും അറിയുന്നവരാരും പറയില്ല. ഇപ്പോൾ എക്കോണമിസ്റ്റിലെ ആ ലേഖനം കണ്ട സമയത്ത്, ഇന്നാണ് കണ്ടത്, മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് വിദഗ്ധർ എടുത്ത സമീപനമായിരുന്നു. ഞങ്ങളാണ് ഏറ്റവും വലിയ വിദഗ്ധർ എന്ന് കരുതുന്ന ആളുകൾ അവരെടുത്ത സമീപനവും എക്കോണമിസ്റ്റ് പോലെ അവരൊരു ആധികാരികമായിട്ടല്ലാതൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നവരല്ലല്ലോ എക്കോണമിസ്റ്റ് പോലെ. ഇനി അവരാണെങ്കിൽ ഇടതുപക്ഷമാണോ? അതുമല്ല. അവർ എന്താ പറയുക, ക്യാപിറ്റലിസ്റ്റ് ജിഹ്വ എന്ന് പറയാവുന്ന ഒന്നാണ്. ലോക മുതലാളിത്തത്തിൻ്റെ ഒരു നാവാണ് യഥാർത്ഥത്തിൽ എക്കോണമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം. അപ്പോൾ അത് ഇടതുപക്ഷത്തിന് വേണ്ടി PR ചെയ്യുന്നവരല്ല അവരാരും. അപ്പോൾ ആ നിലയിൽ സാർവദേശീയമായ അംഗീകാരം കിട്ടിയതാണ്. ഇപ്പോൾ ചൈനീസ് അംബാസഡറുടെ അഭിനന്ദന സന്ദേശം വന്നു. കാരണം എന്താ അറിയുമോ, അവർ പറഞ്ഞു ചൈനയാണ് ആദ്യമായിട്ട് ഇത് കൈവരിച്ചത്, ചൈനയ്ക്ക് ശേഷം ഒരു പ്രദേശത്ത് ഇത് വരുന്നു എന്നതിൽ സന്തോഷം, അഭിനന്ദനങ്ങൾ. ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ, വളരെ പ്രസിദ്ധമായൊരു ടോക്ക് ഷോയിൽ ലോകപ്രസിദ്ധ ചിന്തകനും എഴുത്തുകാരനുമായിട്ട് ഡോക്ടർ വിജയ് പ്രസാദ് ഉണ്ട്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അവിടെ നിന്നില്ല, അദ്ദേഹം അമേരിക്കയിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ US-ൽ അതിദരിദ്രരെ നമുക്ക് കാണാം. വീടില്ലാത്തവർ, തെരുവിൽ കിടന്നുറങ്ങുന്നവരുമൊക്കെ ആയിട്ടുള്ള അതിദരിദ്രരെ കാണാം. മുതലാളിത്തത്തിന് അതിദാരിദ്ര്യം പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ധനികർ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടും അത്തരം നയങ്ങളെ അവർ നിർജ്ജീവമാക്കുന്നത് കൊണ്ടുമാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് പാത പിന്തുടരുന്ന ഇപ്പോൾ ചൈനയിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കി. അതുപോലെ ഒരനുഭവം ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്ന് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് അവിടെ അധികാരത്തിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഇത് സാധ്യമാവുന്നത് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുകയാണ്. അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ വിജയ് പ്രസാദിനെ പോലുള്ള ആളുകൾ അത് ഈ അന്താരാഷ്ട്ര വേദികളിൽ ഇതിന്ന് ചർച്ച ചെയ്യപ്പെടുന്നു, കേരളം കൈവരിച്ച ഈ നേട്ടം എന്ന് നമ്മൾ കാണണം. അതൊന്നും PR-ൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങേയറ്റത്തെ അസഹിഷ്ണുത കൊണ്ട് മാത്രം ആണ് ഇത്തരം ആക്ഷേപങ്ങളൊക്കെ പറയുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാചകവും സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നിരുന്നു. അതായത് അതിദാരിദ്ര്യ വിമുക്തമായെങ്കിലും കേരളം ദാരിദ്ര്യ വിമുക്തമല്ല എന്ന് മമ്മൂക്ക പറഞ്ഞ ഒരു സെൻറ്റൻസും വളരെ ചർച്ച. മമ്മൂക്ക മാത്രമല്ല, ഞങ്ങളെല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തലേ ദിവസം ഈ വിദഗ്ധർക്ക് മറുപടി കൊടുത്തിട്ടുള്ള പത്രസമ്മേളനത്തിൽ അടിവരയിട്ട് പറഞ്ഞ കാര്യം, ദാരിദ്ര്യമുക്തമാക്കി എന്നല്ല സർക്കാർ അവകാശപ്പെടുന്നത്, അതിദാരിദ്ര്യമുക്തമാക്കി എന്ന് മാത്രമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി എന്താണ് അതിദാരിദ്ര്യം, ആരാണ് അതിദരിദ്രർ എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സർവൈവൽ സാധ്യമല്ലാത്തൊരു വിഭാഗമുണ്ട്, അവരാണ് അതിദരിദ്രർ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ, ജീവിച്ചിരിക്കുന്നുണ്ടെന്നല്ലാതെ വേറൊരു തെളിവില്ലാത്ത, ഒരു അടയാളവും ഇല്ലാത്ത ആളുകൾ, വോട്ടർ കാർഡില്ല, ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, ഒരു രേഖയില്ല, അവർക്ക് ഒരു പിന്തുണ കൊണ്ടല്ലാതെ അതിജീവിക്കാൻ കഴിയാത്ത, സർവൈവ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗം, അദൃശ്യരാക്കപ്പെട്ട മനുഷ്യർ എന്ന് പറയും. അവരുണ്ടോ? ഉണ്ട്. ഇന്നേ വരെ ഒരു ഭരണകൂടത്തിൻ്റെയും കണ്ണുകൾ അവരെ തേടി കണ്ടുപിടിച്ചിട്ടില്ല.
ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യമില്ല. റേഷൻ കാർഡ് ഇല്ല എന്ന് പറഞ്ഞാൽ റേഷൻ പോലും ഇല്ലാത്തവരാണ്. ഒരു ക്ഷേമ പദ്ധതിയുടെയും ഇല്ല. അങ്ങനൊരു കൂട്ടരും നമ്മുടെ ഇടയിലുണ്ട്. കണ്ണിൽ പെടാതെ പോയ മനുഷ്യരാണ്. അവരെ തേടി ഗവൺമെൻറ്റിൻ്റെ കണ്ണുകളെത്തി, അവരെ തേടി ഒരു ഭരണ സംവിധാനത്തിൻ്റെ കരങ്ങളെത്തി എന്നതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രത്യേകത. ഈ പറഞ്ഞതിനർത്ഥം ഇനി ഒരാളും അതിദരിദ്രരുണ്ടാവില്ല എന്നൊന്നുമല്ല. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമാണല്ലോ കാര്യങ്ങളെ കാണാം. ചിലരങ്ങനെയാണ് കാണുന്നത്, ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവകാശപ്പെടുന്നില്ല. 2021 ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കണ്ടെത്തിയവരെയെല്ലാം ഇപ്പം മോചിപ്പിച്ചു. അതിനുശേഷം വീണ്ടും അതിദരിദ്ര്യത്തിലേക്ക് വന്നവരുണ്ടാവും. അതിന് തുടർ പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം ഈ മനുഷ്യർ ഏത് സന്ദർഭത്തിലും ദാരിദ്ര്യത്തിലേക്കോ അതിദാരിദ്ര്യത്തിലേക്കോ ഒക്കെ വഴുതി വീഴാം. ഇപ്പോൾ ഒരു മഹാരോഗം വന്നു, ചികിത്സിക്കാൻ കടമെടുത്ത് മുടിഞ്ഞാൽ ഭേദപ്പെട്ട നിലയിലുള്ള ഒരാളും അതിദരിദ്രനായി മാറും, അല്ലേ? ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി, വീടും സ്വത്തും മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, അതിദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചേരും. തിരിച്ച് അതിൽ നിന്ന് കരകയറുന്നവരും ഉണ്ടാവാം. കരകയറിയവർ തന്നെ വീണ്ടും അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ യാഥാർത്ഥ്യബോധം ഗവൺമെൻറ്റിനുണ്ട്. അപ്പം അതുകൊണ്ടാണ് തുടർ പ്രവർത്തനം നമ്മൾ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ചില പത്രങ്ങൾ, അതൊരു വലിയ നേട്ടമാണ് കേട്ടോ, ചില പത്രങ്ങൾ അവരുടെ ലേഖകന്മാരെ 4 പാട് ഓടിച്ചിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അതിദരിദ്രരുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാലം അതിദരിദ്രരെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ചിന്തിക്കാതിരുന്ന, അതൊക്കെ അവഗണിച്ച ഈ പത്രങ്ങളെ കൊണ്ട് ക്യാമറയും തൂക്കി 4 പാട് ഓടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ചെറിയ കാര്യമാണ്. എന്നിട്ടൊരു പത്രം കണ്ടെത്തി 4 പേരെ, കണ്ണൂരിലൊരാൾ, പത്തനംതിട്ടയിലൊരാൾ, പാലക്കാട്ടൊന്ന്, പിന്നെ വേറെ ഏതൊരു ജില്ലയിൽ 4 പേരെ കണ്ടെത്തി കഴിഞ്ഞു. 64,004 കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാമെങ്കിൽ ഇവർ കണ്ടെത്തട്ടെ. നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ നേരത്തെ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇവരെ, ഈ വിദഗ്ധരെ കൊണ്ടും ഈ മാധ്യമങ്ങളെ കൊണ്ടുമൊക്കെ അതിദാരിദ്ര്യം ചർച്ചയാക്കാനും അതിദരിദ്രരെക്കുറിച്ച് അന്വേഷിക്കാനും പ്രേരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഇതിൻ്റെ ഒരു വലിയ നേട്ടമല്ലേ. സാർ എക്സൈസ് മിനിസ്റ്ററും കൂടിയാണ്. മദ്യം, മലയാളി, നമ്മൾ വളരെ കണക്റ്റഡാണ്. അപ്പം നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളും വേണ്ട, നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ ഒരു സംസ്ഥാനത്ത് മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാം, ഗോവ. അപ്പം ഒന്ന് നമ്മുടെ മന്ത്രിസഭയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ആദ്യം പറയണം. അതിതാണ്, കേരളത്തിൽ എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും ഉടനെ നമ്മൾ മദ്യത്തിലേക്കും ലോട്ടറിയിലേക്കും തിരിയും. ഇനി മദ്യത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്രിങ്കേഴ്സ് അല്ല എന്ന് പൊതുവേ ഒരു സംസാരമുണ്ട്. അതായത് ഇപ്പോൾ ഗോവയിലൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ ഈ വഴിയിൽ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ അധികം കാണാറില്ല. അതുപോലെ മലയാളിക്ക് മദ്യത്തിനോട് വല്ലാത്തൊരു ആസക്തിയാണ്. അപ്പോൾ ഈ ഒരു ആസക്തി എന്തുകൊണ്ടാണ് എന്ന് താങ്കൾ എന്തെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? 2, എന്തുകൊണ്ടാണ് നമുക്ക് റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സായി മാറാൻ സാധിക്കാത്തത്? എനിക്ക് ഇതിൽ വ്യക്തിപരമായിട്ട് വളരെ കൃത്യമായ അഭിപ്രായമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ ആ അഭിപ്രായം മുഴുവൻ മന്ത്രി എന്ന നിലയിൽ എനിക്ക് നടപ്പാക്കാൻ പറ്റില്ല. ഞാൻ നടപ്പാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു പുസ്തകത്തെക്കുറിച്ച് ശ്രദ്ധപ്പെട്ടത്. പുസ്തകം വായിച്ചിട്ടില്ല, പുസ്തകം ഓർഡർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ റിട്ടയർ ചെയ്ത കുറേ ടോപ്പ് ബ്യൂറോക്രാറ്റ്സ് ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിനെക്കുറിച്ച് ഒരു റിവ്യൂ ഹിന്ദുവിൽ വന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഇന്നലെ മുരളി തുമ്മാരുകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതിനെക്കുറിച്ച് വായിക്കുകയുണ്ടായി. അപ്പം അതിലൊരു ലേഖനം തന്നെ ഈ മദ്യനയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എക്സൈസിനെ കുറിച്ചാണ്, കേരളത്തിൻ്റെ ഈ മദ്യത്തോടുള്ള കേരളത്തിൻ്റെ സമീപനത്തെക്കുറിച്ച്, ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല ആണ് എന്നാണ് ഈ രണ്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് വായിക്കാൻ എനിക്ക് കൗതുകമുണ്ട്, മനസ്സിലാക്കാൻ താല്പര്യമുണ്ട്. ശരിയാണ്, നമ്മൾ ഈ കേരളത്തിന് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നിൽക്കുന്നുണ്ട്, ഒരു ഹിപ്പോക്രസി അതിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു വസ്തുതയാണ്. നമ്മൾ ധാരാളം മദ്യപിക്കുന്ന ഒരു കേരളത്തിലുണ്ടല്ലോ, അറിയാമല്ലോ, നമ്മൾ പത്രത്തിൽ കൃത്യം കാണാറുണ്ട്, ഇത്ര കോടിക്കാണ് മദ്യപിക്കുന്നുണ്ട്. ഈ സാധാരണഗതിയിൽ നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രസംഗത്തിലോ വാക്കിലോ എല്ലാവരും ഇതിനെതിരാണ്, അല്ലേ? ആണ്. ധാരാളം പേരും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാൻ പലരും തയ്യാറാവുന്നില്ല. മദ്യം പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല, ഒരു ലഹരിയും പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. പുരാതനമായ കാലം മുതൽ ലോകത്ത് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ആ യാഥാർത്ഥ്യം കണക്കിലെടുക്കാതെ മദ്യത്തെ നിരോധിക്കണം എന്ന ഒരു സന്മാർഗവാദം നിൽക്കുന്നുണ്ട്. അത് അശാസ്ത്രീയമാണ് എന്നും അത് വളരെ വിപരീത ഫലം ചെയ്യുന്നതാണെന്നുള്ളതിന് എത്രയോ അനുഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, പ്രമുഖ രാഷ്ട്രീയ നേതാവ്, പ്രതിപക്ഷത്തുള്ളൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്. ഗുജറാത്ത് മദ്യനിരോധനമുള്ള സംസ്ഥാനമാണ്. അവിടെ ചെന്നു. അദ്ദേഹം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഹോട്ടലിലെ ജീവനക്കാരൻ ചോദിച്ചു, സാറിന് ഏതാ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വെച്ചു സാറേ. ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇതിപ്പം മദ്യനിരോധനമുള്ള സ്ഥലമല്ലേ, അതൊന്നും സാരമില്ല, ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ അത് റൂമിലെത്തിക്കാം എന്ന് പറഞ്ഞെന്ന്. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട. പക്ഷെ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് ഇതാണ് മദ്യനിരോധനത്തിൻ്റെ അവസ്ഥ എന്നത്. അപ്പോൾ ആസക്തിയുടെ ഒരു കാരണം എന്താണ്? ഈ കടുത്ത നിയന്ത്രണങ്ങളാണ്. കടുത്ത നിയന്ത്രണങ്ങൾ ആസക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇല്ലാതാക്കുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ശരിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം കാണുകയുണ്ടായല്ലോ. ഒരു പ്രതിയുടെ CCTV ദൃശ്യമാണ്. അപ്പോൾ ഒരു ബാറിൽ കയറി കുറ്റകൃത്യത്തിന് മുമ്പ് പ്രതി മദ്യപിച്ചു എന്ന് പോലീസ് കണ്ടെത്തി. ആ CCTV ദൃശ്യം പുറത്തു വന്നപ്പോൾ അപ്പോൾ പ്രതി മദ്യപിക്കുന്നത് ഈ ചുക്കുവെള്ളം കുടിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മലയാളിയുടെ പൊതുവായിട്ടുള്ള രീതി സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരുതരം എന്താ പറയുക, ആസക്തിയും ആർത്തിയും ഒക്കെയാണ് നമ്മളിത് കാണുന്നത്. പിന്നെ മൂക്കുമുട്ടായി കുടിക്കുക എന്നുള്ള ഒരു പ്രവണത, ഇതെല്ലാം എല്ലാവരിലും ഉണ്ടെന്നല്ല, പക്ഷെ പൊതുവായിട്ടതുണ്ട്. എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക, സംഘർഷം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, ഇതുണ്ടാവുന്നു. പക്ഷെ ലോകത്തെ പല പരിഷ്കൃത സമൂഹങ്ങളിലും ഇങ്ങനെയല്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ലോകം ധാരാളം കണ്ടിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് അവർ പറയുന്നത് ഇത്തരം നിയന്ത്രണങ്ങളാണ് ഇതിന് കാരണം. ഈ പുസ്തകത്തിൽ അത് പറയുന്നു എന്നാണ് പറഞ്ഞത്. മദ്യത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കിയിട്ടല്ല ഇതിനെ, ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുക എന്നൊരു വാദം ഉണ്ട്. അപ്പം ആ വാദം തീർത്തും തള്ളിക്കളയേണ്ട ഒരു വാദമല്ല. നമ്മൾ ഇത്തരം സമീപനങ്ങൾ, മദ്യത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അന്ധമായിട്ട് ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ നിഷേധിച്ചത് കൊണ്ട് അത് യാഥാർത്ഥ്യമല്ലാതാവുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം കേരളത്തിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട്, എന്ത് സാമ്പത്തിക പ്രശ്നം നമുക്കുണ്ടായാലും നേരെ നമ്മൾ മദ്യത്തിലേക്കും ലോട്ടറിയിലേക്കും തിരിയണം. അപ്പം മദ്യത്തിന് വില കൂട്ടുന്നു, അങ്ങനെ പൊതുവെ പറയാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നും ചോദിക്കുകയാണ്, ശരിക്കും അങ്ങനെ നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്നുണ്ടോ? അതായത് അങ്ങനെ വന്നു കഴിയുമ്പോൾ മദ്യത്തിന് ഒന്ന് വില കൂട്ടുന്നത്, രണ്ട് അങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ അങ്ങനെ വരുന്ന ഇതിൻ്റെ നമുക്ക് പൈസ കൂടുതൽ വരുമ്പോൾ നമുക്ക് വകുപ്പ് മാറ്റി വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ, അതോ ഇത് വെറും അപവാദമാണോ? ഒന്നാമത്തെ കാര്യം, കേരളത്തിൻ്റെ പ്രധാന വരുമാനം മദ്യവും ലോട്ടറിയുമാണ് എന്നത് തെറ്റായിട്ടുള്ള പ്രചരണമാണ്. തെറ്റായ പ്രചരണമാണ്. അത് മുഖ്യ വരുമാനം അതല്ല. അത് വരുമാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് പറയാം. മുഖ്യ വരുമാനം അതല്ല. അതിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല. മറ്റ് ധാരാളം ഇനങ്ങളിൽ നമ്മുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ കാര്യം നോക്കാം. ഈ കഴിഞ്ഞ 5 വർഷം LDF സർക്കാരിൻ്റെ കാലത്ത് നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായതാണ്. തനത് നികുതി വരുമാനത്തിൽ, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, SOTR എന്ന് പറയും, സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ഗണ്യമായ വർധനവുണ്ടായി. അത് മദ്യം ലോട്ടറി കൊണ്ടല്ല. ലോട്ടറി പിന്നെ നികുതി വരുന്നതല്ല, നികുതി മാത്രമല്ലല്ലോ അതിൽ നിന്നുള്ള. മദ്യത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിച്ചതുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇത്രയും വർധനവ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് മേഖലകളിൽ നിന്ന് നികുതി വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റിയതുകൊണ്ടാണ് കേന്ദ്രം ഇത്രയും ദ്രോഹിച്ചിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇത്രയും ദ്രോഹിച്ചിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. ഒരു താരതമ്യം പറയാം. ഇപ്പോൾ ബീഹാറിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 75% കേന്ദ്രം കൊടുക്കുന്ന വിഹിതമാണ്. കേരളത്തിൽ ആകെ വരുമാനത്തിൻ്റെ 25% കേന്ദ്രവിഹിതം, ബാക്കി 75% നമ്മുടേതാണ്. അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഇത് കാലാകാലങ്ങളായിട്ടുള്ള പ്രചരണമാണ്. ഈ കണക്കുകൾ ഇപ്പോൾ എൻ്റെ കൈവശമില്ല. ഞാൻ നിയമസഭയിൽ ഈ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയും കൂടുതൽ ശക്തമാണ്. ഇപ്പം നമ്മുടെ GDP 10 ലക്ഷം കോടി കവിഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും കുതിപ്പും ഒക്കെ നികുതി വരുമാനത്തിനും പ്രതിഫലിച്ചിട്ടുണ്ട്, അല്ലാണ്ട് മദ്യം കൊണ്ട് മാത്രമല്ല. പിന്നെ മദ്യത്തിൻ്റെ വില കഴിഞ്ഞ 4 കൊല്ലമായിട്ട് കൂട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ നികുതി കുറച്ച് സബ്സിഡി നിരക്കിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് മദ്യം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതില്ലല്ലോ, അതാർക്കുണ്ടാവാൻ ഇല്ല. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ ഡിസംബറിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് LDFന്റെ കാഴ്ചപ്പാട്, വീക്ഷണം, എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? ഞങ്ങളെല്ലാം അനേകം തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു 18 വയസ്സ് മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പങ്കാളിയായിട്ടുള്ള ആൾ, എല്ലാ തലത്തിലും സാധാരണ പ്രവർത്തകനായി, അതുപോലെ ഒരു ബൂത്തിൻ്റെ സെക്രട്ടറിയായി, അങ്ങനെ എല്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ അഭിമുഖീകരിച്ചതിനേക്കാൾ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ആണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങളെ സമീപിക്കുക. എല്ലാ തെരഞ്ഞെടുപ്പിലും ആത്മവിശ്വാസത്തോടെയാണ്, പക്ഷേ ഇത് അതിലപ്പുറം ഒരു ആത്മവിശ്വാസവും അഭിമാനവും ധൈര്യവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാനുണ്ട്. എന്താ കാരണം എന്നറിയോ? കാരണം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് എല്ലാം പാലിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് വോട്ട് ചോദിക്കുന്നത് എന്നതാണ് ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ കാര്യം. ഇത്രയും വലിയ സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായി. ലോകം നടുങ്ങിയൊരു ദുരന്തമായിരുന്നല്ലോ. 500-ലധികം ആളുകൾ മരിച്ചു. അവരുടെ മൃതശരീരം പോലും പൂർണ്ണമായും തിരിച്ചു കിട്ടിയില്ല. പല ശരീരാവശിഷ്ടങ്ങളായിട്ടാണ് വന്നത്. ആ ദുരന്തത്തെ നേരിടാൻ സഹായിക്കാത്ത, ചില്ലിക്കാശ് സഹായിക്കാത്തൊരു ഗവൺമെൻറ്റാണ്. ഹൈക്കോടതി പോലും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിച്ചു. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്നാണ് ഹൈക്കോടതി ഒരിക്കൽ ചോദിച്ചത്. അത് അത്രത്തോളം ഒരു ശത്രുതാപരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് പെരുമാറുന്നു. അതിനെ നേരിട്ടിട്ട് കേരളം നമ്മുടെ സമ്പദ്ഘടനയെ ഉലയാതെ കൊണ്ടുപോയി. ഇവർ ഉണ്ടാക്കിയ ഈ ദ്രോഹം, സൃഷ്ടിച്ച ദ്രോഹമൊക്കെ മറികടന്ന് കേരളം ഒന്ന് സ്റ്റേബിളായപ്പോൾ ആദ്യം ചെയ്തത് എന്താ? ആദ്യം ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത ഓരോ വാക്കും പാലിക്കലാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 ഒറ്റയടിക്ക് 2000 ആക്കി. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നത് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു 2021. ഒരുപക്ഷെ ബാക്കിയെല്ലാവരും അത് മറന്നു കാണും, പക്ഷെ വാഗ്ദാനം കൊടുത്ത ഞങ്ങളത് മറന്നില്ല. സ്ത്രീ സുരക്ഷാ പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇപ്പോൾ വീട്ടിലെ സ്ത്രീകൾ, വീട്ടമ്മ എന്നുള്ളത് വളരെ മനോഹരമായിട്ടൊരു പദവിയാണ്. ഈ പണ്ടൊക്കെ റേഷൻ കാർഡിൽ എഴുതുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഓരോരുത്തരെ എഴുതല്ലോ, ഇന്നയാൾ വയസ്സെത്ര, വീട്ടമ്മ, സ്വസ്ഥം, ഗൃഹഭരണം. യഥാർത്ഥത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്തൊരു ജോലിയാണല്ലോ വീട്ടമ്മ എന്നുള്ളത്. സ്ത്രീകളുടെ വീട്ടിലെ ജോലിക്ക്, കാണാപ്പണിക്ക് ആ അധ്വാനത്തിനൊരു മൂല്യമുണ്ട് എന്ന് അംഗീകരിച്ചിരിക്കുന്നു. അതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രത്യേകത. പ്രതിമാസം 1000 രൂപയാണ് കൊടുക്കുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള മറ്റൊരു ആനുകൂല്യവും കിട്ടാത്ത സ്ത്രീകൾക്ക്. സ്ത്രീയുടെ അധ്വാനത്തെ വിലമതിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. കുടുംബശ്രീ ADSനുള്ള ഗ്രാൻഡ്, പിന്നെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ്, 5 ലക്ഷം കുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം കണക്ട് വർക്ക് സ്കോളർഷിപ്പ്. അപ്പോൾ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാനുള്ളതാണ്. പ്രകടന പത്രിക വോട്ട് തട്ടാനുള്ളതല്ല, അത് കഴിഞ്ഞാലും ഓർമ്മിക്കാനും നടപ്പാക്കാനുമുള്ളതാണ് എന്ന് തെളിയിച്ചൊരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ LDFനെ കുറിച്ച് ഞാൻ അതിലേക്ക് തിരികെ വരികയാണെങ്കിൽ, LDF മുന്നണി അത് മുന്നോട്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു വേളയിൽ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അങ്ങനെ ഒരു കേന്ദ്ര ബിന്ദുവിൽ ആണ് നമ്മൾ ഈ മുന്നണി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നയിക്കുകയാണ് അവിടെ നിന്നിട്ട്. ഇപ്പോൾ പലപ്പോഴും LDFൽ സംഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്, അങ്ങനെ ഒരു സിംഗിൾ ലീഡറിൻ്റെ കീഴിൽ അങ്ങനത്തെ ഒരു ഡയറക്ഷനിൽ ഇലക്ഷനെ നേരിടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഈ നേതാവിന് വരുന്ന സ്ട്രെസ്സ്, ടെൻഷൻ, അറ്റൻഷൻ, മീഡിയ അറ്റൻഷൻ, എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ, ഇത് മുഴുവൻ ശരിക്കും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയങ്ങളാണ് അവർക്ക് എല്ലാവർക്കും. എന്നിട്ടും ഇത്തരമൊരു സ്ട്രാറ്റജി എന്തുകൊണ്ടാണ് അവലംബിക്കുന്നത്? അദ്ദേഹം തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും എന്നെ ബാധിക്കുകയേ ചെയ്യില്ല എന്നുള്ളത്. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല.
അത് അതിൻ്റെ വഴിക്ക് നടക്കും, ഞാൻ എൻ്റെ ജോലിയിലാണ് ശ്രദ്ധിക്കുന്നത് എന്ന്. നിങ്ങൾ ഈ പുറത്തുനിന്നുള്ള ആളുകൾ കാണുമ്പോൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം കഥയില്ലാത്ത ആക്ഷേപങ്ങളും കഥയില്ലാത്ത ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ ആരാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്? ഇപ്പോൾ തുടക്കത്തിലും ഞങ്ങളെല്ലാം ഇപ്പോൾ ആദ്യമായിട്ട് MP ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇത്തരം ചില വ്യക്തിപരമായിട്ടുള്ള ആക്രമണമൊക്കെ വരുമ്പോൾ നമ്മളും വല്ലാതെ വിഷമിച്ചൊക്കെ പോവായിരുന്നു. പിന്നീട് ഇത് ഒരു കഥയും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞാൽ അത് ആരെയാണ് അലട്ടുന്നത്? ആരെയും അലട്ടുന്നില്ല. അതായത് ഇപ്പോൾ സാറിനെതിരെ ഒരു ആരോപണം വരുന്ന വേളയിൽ ഇത് ഞാൻ ചെയ്തിട്ടില്ല, സാർ ഓക്കെയാണ്. പക്ഷേ എല്ലാ കുടുംബങ്ങളും എല്ലാ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും ഒരുപോലെയല്ല. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും എല്ലാം മനസ്സിലാക്കുന്ന കപ്പിൾസ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും എല്ലാം മനസ്സിലാക്കുന്നവരായിരിക്കില്ല എല്ലാവരും. ഇപ്പം നമ്മൾ കേരളത്തിലുള്ള എല്ലാ MLA-മാരുടെയും MP-മാരുടെയും ഭാര്യമാരെല്ലാം തുറന്ന മനസ്സോടെ വിശാല മനസ്സോടെ ഇത് മനസ്സിലാക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്, തെറ്റായിരിക്കും. അങ്ങനെയുള്ള വേളകളിൽ ഈ ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ് ഒരു പൊളിറ്റീഷ്യൻ കീപ്പ് ചെയ്യുന്നത്? ആരോപണങ്ങൾ വരും, അതെൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒരുപോലെ മനസ്സിലാക്കണമെന്ന് നമുക്ക് ശഠിക്കാനും കഴിയില്ല. അവർക്ക് അവരുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, പേഴ്സണൽ തോട്ട്സ് ഉണ്ട്. സോ ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് ശരിക്കും ഒരു ആരോപണം വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡൈനാമിക്സിൽ, കുടുംബത്തിലെ ഡൈനാമിക്സിൽ, വീട്ടിൽ അച്ഛൻ അമ്മ, ഇതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും? ഇത് എനിക്കിപ്പോൾ എൻ്റെ അനുഭവം വെച്ചേ പറയാൻ പറ്റൂ. ഒരുപാട് ആരോപണങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ വന്ന പലതും 24 മണിക്കൂർ 48 മണിക്കൂർ കൊണ്ട് പോയ അനുഭവമാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റിലറിക്ക് അനുമതി കൊടുത്തപ്പോൾ അത് വ്യക്തിപരമായിട്ട് ആരോപണം വന്നില്ല, രാഷ്ട്രീയമായിട്ടാണ് പൊതുവിൽ വന്നത്, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമായിട്ടാണ്. എങ്കിലും ഈ മന്ത്രി, എക്സൈസ് മന്ത്രി ആയിരിക്കുന്ന ആൾ ഞാനായതുകൊണ്ട് TV-യിലൊക്കെ ഇങ്ങനെ വലിയ പടമൊക്കെ കാണിക്കും, ബ്രേക്കിംഗ് ന്യൂസ്, മറ്റേ രാത്രി ചർച്ച നടക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ പടം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കാണുമ്പോൾ തുടക്കത്തിലൊക്കെ വീട്ടിൽ ഈ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊരാശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് അത്തരം ആശങ്കകളൊന്നും ഇല്ലാതായി. കാരണം ഇതിലൊന്നും ഒരു കഥയില്ല എന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം. ഇത് ജനങ്ങൾക്കും അതറിയാം. ആരെങ്കിലും ഇതൊക്കെ കണ്ട് വിശ്വസിക്കുകയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്ത അനുഭവം ഇതുവരെ ഇല്ല. അതുകൊണ്ട് എൻ്റെ പരിമിതമായ അനുഭവം വെച്ച് അത്രേ പറയാൻ പറ്റും. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നതല്ല. വീടിന് വേണ്ടി സമയം കൊടുക്കൽ, പണ്ടത്തെ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്കൊരു പേഴ്സണൽ സ്പേസ് എടുത്തിട്ടുള്ള പൊളിറ്റീഷ്യൻസ് വളരെ കുറവാണ്. പക്ഷേ കാലം മാറിയതനുസരിച്ച് അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാറിൻ്റെ അമ്മയുടെ പിറന്നാൾ ഓണത്തിൻ്റെ സമയത്താണ്. അപ്പോൾ സാറ് വീട്ടിലുണ്ടാവാറുണ്ട്. ഇപ്പം രാഷ്ട്രീയക്കാർ കുറേ കൂടി പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിലും പരാതിക്ക് കുറവുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഈ സമൂഹം ആകെ മാറിയല്ലോ. സമൂഹം മാറി, ആ മാറ്റം രാഷ്ട്രീയക്കാരിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഞാൻ വളരെ ഐഡിയലായിട്ട് അങ്ങനെ കുടുംബത്തിന് സമയം കൊടുക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ സ്വയം വിലയിരുത്തുന്നില്ല. അതിൽ കുറച്ച് സെൽഫ് ക്രിട്ടിക്കലായി പറഞ്ഞാൽ അത്രത്തോളം സമയം കൊടുക്കുന്ന, ഇപ്പം ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ പലരും കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റുന്ന ആളല്ല. പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മുമ്പത്തേതിനേക്കാൾ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ MP ആയിരുന്ന കാലത്ത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബോധപൂർവം തന്നെ അങ്ങനെ സമയം കണ്ടെത്താൻ ഒക്കെ ശ്രമിക്കാറുണ്ട്. വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് ഒരുമിച്ച് പോകാൻ, വല്ലപ്പോഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ. അത് കൊല്ലത്തിലൊരിക്കൽ പോലും പലപ്പോഴും അങ്ങനെ യാത്ര നടക്കാറില്ല, എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്, വിമർശനങ്ങൾ വരുന്നുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികളാവുമ്പോൾ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് കുട്ടികളാണല്ലോ, അവർക്ക് വിമർശനത്തിലൊന്നും ഒരു മയവും ഇല്ല. അതുകൊണ്ട് ശക്തമായി വിമർശിക്കുക. അതിൽ മാത്രമല്ല, അതുകൊണ്ട് തന്നെ വീട്ടിലെ ചില കാര്യങ്ങളും ചിലപ്പോൾ സമയം കിട്ടിയാൽ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നു എന്ന് അതിന് ശ്രമിക്കുകയെങ്കിലും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവർ ചോദിക്കും. അപ്പം അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് മാറിയിട്ടുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്, ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് സമയത്ത് അവിടെ നിന്നാണ് മാറ്റം തുടങ്ങിയതെന്ന് പറയാം. ലോക്ക്ഡൗൺ വന്നപ്പോൾ വീട്ടിലിരിക്കാൻ തുടങ്ങി, അന്നാണ് ഈ മാറ്റം തുടങ്ങിയത്. അന്ന് വീട്ടുകാർക്കൊക്കെ തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ തന്നെ വലിയ സന്തോഷമായിരുന്നു. ഞാൻ 2019 അപ്രതീക്ഷിത തോൽവിയായിരുന്നു. ആരും പ്രതീക്ഷിച്ചതല്ല, ഒരു സർവേയും പ്രവചിച്ചതല്ല പാലക്കാട്ട് തോൽക്കുന്നുള്ളത്. പക്ഷേ അപ്രതീക്ഷിതമായ തോൽവിയായിരുന്നു. അപ്പോൾ വോട്ടെണ്ണാൻ തുടങ്ങുന്നത് വരെ ഒരു സംശയം ഉണ്ടായിട്ടില്ല ജയിക്കുന്നുള്ളൂ, ഭൂരിപക്ഷം എത്രയെന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എണ്ണി 10 മിനിറ്റായപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞ ആൾ ഞാനാണ് തോൽക്കാൻ പോവാണെന്നുള്ളത്.
അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇത് ആദ്യത്തേതായതുകൊണ്ടാണ്, ഇന്ന സ്ഥലമായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ല, ഇത് തോൽക്കാനാണ് പോകുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് തോൽവിയോട് പൊരുത്തപ്പെട്ട ഒരാളാണ്. മിനിറ്റുകൾ കൊണ്ട് പൊരുത്തപ്പെട്ടു. എനിക്കൊന്ന് 8 മണിക്ക് എണ്ണം തുടങ്ങി 9 മണിക്ക് ചാനലുകൾ എന്നോട് പ്രതികരണം ചോദിച്ചു. ഞാൻ പറഞ്ഞു റിസൾട്ട് മോശമാണ്, അപ്പോൾ പരാജയം. ഞാൻ പറഞ്ഞു അതിനാണ് സാധ്യത. അപ്പോൾ ഒരു എന്താ കാരണം? ഇപ്പം 2 കാരണേ പറയാൻ പറ്റൂ. എന്നേക്കാൾ കൂടുതൽ വോട്ട് എൻ്റെ എതിരാളിക്ക് കിട്ടി, അദ്ദേഹത്തേക്കാൾ കുറഞ്ഞ വോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ പറയാൻ പറ്റും, ബാക്കി പിന്നെ പറയാമെന്ന് പറഞ്ഞു, നോക്കിയിട്ട് പറയാം. ഉച്ചയാകുമ്പോഴേക്കും കാര്യം കഴിഞ്ഞല്ലോ. വീട്ടിൽ എത്തുമ്പോൾ മക്കൾ 2 പേരും സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മൂത്ത മോളുടെ ആദ്യത്തെ ചോദ്യം, ഇനിയിപ്പോൾ അച്ഛന് സിനിമയ്ക്ക് വരാനൊക്കെ സമയം ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ, ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്, ഇന്ന് പോകണമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് പോവോ? ഇന്ന് പോവാം. അന്ന് ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് പോയി. ഇഷ്കാണ് കണ്ട സിനിമ. തെരഞ്ഞെടുപ്പിൽ തോറ്റ ദിവസം നമ്മൾ സെക്കൻഡ് ഷോ സിനിമ കാണാൻ വേണ്ടി പോയി. സിനിമ തീരാറാവുമ്പോൾ എണീറ്റപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം. എൻ്റെ ഭാര്യ പറഞ്ഞു ക്യാമറ. അപ്പോൾ ഏതോ ടെലിവിഷൻകാർ ഇതറിഞ്ഞിട്ട് ഉള്ളിൽ വന്നെടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ സ്വകാര്യ ഇടത്തിലേക്ക് ഇടിച്ചു കയറുന്നതെന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവാണ്. ഞാനപ്പോൾ ഒന്നും പറയാൻ പോയില്ല. ഞാൻ ഇറങ്ങി, ഇവരെൻ്റെ പിന്നാലെ ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു. തിരിച്ച് കാറ് കയറാൻ നോക്കുമ്പോൾ ഇയാൾ എന്നോട് ചോദിക്കുക, റിപ്പോർട്ടർ എന്നോട് ചോദിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ സിനിമയ്ക്ക്? ഞാൻ പറഞ്ഞു എൻ്റെ സൗകര്യത്തിനാണ് ഞാൻ സിനിമയ്ക്ക് വന്നെന്ന് പറഞ്ഞു. അതല്ലേ മറുപടി പറയേണ്ടത്. ഞാൻ എൻ്റെ സൗകര്യമുള്ളപ്പം സിനിമയ്ക്ക് വരും, നിങ്ങളാരാ ചോദിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ ലോക്ക്ഡൗൺ കൂടി വന്നപ്പോൾ വീട്ടിലിരിക്കല്ലേ, അപ്പോഴാണ് വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്, ആ വീട്ടിൽ സഹായിക്കാൻ തുടങ്ങിയത് ഒക്കെ സത്യത്തിൽ അപ്പോഴാണ്. അതിനു മുമ്പ് ഞാൻ അത്രയും കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. അതിനുശേഷമാണ് ഒരു മാറ്റം വന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ താങ്കളുടെ കാലത്ത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. അതായത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജനന, മരണ, വിവാഹ സർട്ടിഫിക്കറ്റുകൾ, ബിൽഡിങ്ങിൻ്റെ നമുക്ക് വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് എല്ലാം എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് നടക്കുക. ഒരു സൈഡിലൂടെ നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡിജിറ്റൽ ബോധവൽക്കരണം ശരിക്കും ആരും അറിയാതെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കെ സ്മാർട്ട് എന്ന് പറയുന്നൊരു പദ്ധതി വന്ന് ഇതെല്ലാം കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ആളുകളുടെ അടുത്തുനിന്ന് കേട്ട റെസ്പോൺസ്, അല്ലെങ്കിൽ അതിനുശേഷം സാറിന് ഫീൽ ചെയ്ത കാര്യങ്ങൾ അതെന്തായിരുന്നു? കെ സ്മാർട്ട് വന്ന ഉടനെ ഭയങ്കരമായ പരാതികളായിരുന്നു തുടക്കത്തിൽ. കാരണം നമ്മൾ ഒരു സംവിധാനത്തു നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റമാണ്. ട്രാൻസിഷൻ എപ്പോഴും എളുപ്പമുള്ളതല്ലല്ലോ. ഈ ഫയൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണത്തിൽ നിന്ന് ഒരു ഡേറ്റ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നിലേക്ക് നമ്മൾ മാറുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ മാറ്റം, ഡിജിറ്റലായിട്ടുള്ള ഒന്നിലേക്കുള്ള മാറ്റം അനായാസമല്ല. സ്വാഭാവികമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്, ബോധപൂർവം ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആൾ നേരിട്ട് മുന്നിൽ വരണ്ട എന്നൊരു സാഹചര്യം വരുമ്പോൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കുറച്ച് ന്യൂനപക്ഷമാണെങ്കിലും നമ്മുടെ ജീവനക്കാരിലൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, പക്ഷെ കുറച്ച് പേരുണ്ട്. അത്ര അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഇപ്പോൾ കെ സ്മാർട്ടിൽ വന്ന അപേക്ഷ സാധാരണഗതിയിൽ അപ്പം തന്നെ അപ്രൂവ് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്തതെന്ന് അറിയാമോ? ഒരു സ്ഥലത്ത്, എറണാകുളം ജില്ലയിലാണ്, അതിൽ അപേക്ഷയിൽ നമ്പർ എടുത്തിട്ട് അപേക്ഷകനെ ഫോണിൽ വിളിക്കുകയാണ് ഒരു ജീവനക്കാരി. എന്നിട്ട് പറഞ്ഞു കെ സ്മാർട്ടൊക്കെ ആകെ കുഴപ്പമാണ്, ഇതിൽ അപേക്ഷിച്ച് കാത്തിരുന്ന് നിങ്ങളുടെ കാര്യം നടക്കില്ല, അതുകൊണ്ട് നേരിട്ട് വന്നിട്ട് ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി തരുമെന്ന്. അപ്പോൾ കെട്ടിടം പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. കെട്ടിടം പൊളിക്കാൻ അനുമതി ആവശ്യമില്ല, ഇൻറ്റിമേഷൻ മാത്രം മതി. ഇൻറ്റിമേഷൻ ഓൺലൈനായിട്ട് കൊടുത്താൽ ഉടമയ്ക്ക് സ്വന്തം കെട്ടിടം പൊളിക്കാം. ഉടമയ്ക്ക് ഇതറിയില്ല. അപ്പോഴാണ് അയാളോട് പറയുന്നത് നാളെ വരൂ. ഈ പാവം വെള്ളക്കടലാസിൽ അപേക്ഷയായിട്ട് പിറ്റേ ദിവസം പോയി. അപ്പോൾ ഈ ജീവനക്കാരി പോയി കൊടുത്തു. എന്താ പറഞ്ഞു, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. 4 തവണ നടത്തിയപ്പോൾ ഇയാൾ പരാതി വേറൊരാളോട് പറഞ്ഞു. അയാൾക്കിതറിയാം. അയാൾ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ഓഫീസിൽ നിന്ന് ഒരൊറ്റ കോൾ പോയി. അവർ പറഞ്ഞു അയ്യോ അത് അബദ്ധം പറ്റിയതാണ്, നിങ്ങൾക്ക് പൊളിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഈ എന്തിനാ ആൾ മുന്നിൽ വരണം എന്നുള്ള താല്പര്യത്തിൻ്റെ കാര്യം എന്താ അറിയാമല്ലോ, അറിയാമല്ലോ. അതെ, കഷ്ടപ്പെടുത്തുക മാത്രമല്ല, ആൾ മുന്നിൽ വന്നാലേ ഇങ്ങോട്ട് കിട്ടാനുള്ളത് കിട്ടുമെന്നുള്ളതാണല്ലോ അതിൻ്റെ കാര്യം. അങ്ങനെ ബോധപൂർവം ശ്രമിച്ച ചിലരുണ്ട്, ബോധപൂർവം ശ്രമിച്ച ന്യൂനപക്ഷം. പക്ഷെ ഒരു ന്യൂനപക്ഷം മതി. കൈക്കൂലി ഒരുപാട് ഇല്ലാണ്ടായില്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കത്തിലെ കാര്യം. ഇപ്പം ഇങ്ങനെ സംഘടിത പ്രചരണം വന്നു, മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. കെ സ്മാർട്ട് വന്നതോടുകൂടി എല്ലാം തകരാറായിപ്പോയി.
എന്ന്. അപ്പോൾ ആ ഒരു 5-6 മാസം ഭയങ്കര, അന്നാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയം കൂടിയാവുമ്പോൾ ഇതിൻ്റെ ഒരു സമ്മർദ്ദം കൂടുമല്ലോ. ഇപ്പോൾ ഫോണോട് ഫോൺ പരാതി, ഇത് പഴയതായിരുന്നു നല്ലത്, ഇത് വന്നപ്പോൾ ആകെ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ അറിയില്ല, ജീവനക്കാർക്കും പൂർണ്ണമായിട്ട് എല്ലാവർക്കും അറിയാത്തത് കൊണ്ട് ഉണ്ട്. ബോധപൂർവ്വം അല്ല, എല്ലാവരും ബോധപൂർവ്വം ചെയ്തൊരു ന്യൂനപക്ഷമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കെ സ്മാർട്ട് ടീമുമായിട്ട് നിരന്തരമായിട്ട് മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെനിക്ക് അഷ്വർ ചെയ്തു. അവർ എന്നോട് പറഞ്ഞു, സാർ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഓരോ കാര്യവും സാങ്കേതികമായിട്ടുള്ള കാര്യമൊക്കെ അവർ വിശദീകരിച്ച് നമുക്കിത് പരിഹരിക്കാം. പലതും അവർ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന പരാതി പലതും ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമേ അല്ല, ആളുകൾക്ക് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ അപേക്ഷ തെറ്റിപ്പോയതാണ്, അപേക്ഷയിൽ പൂർണ്ണമായ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാത്തതാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ കെ സ്മാർട്ട് വന്ന ശേഷം ഒരു കൊല്ലത്തിനിടയിൽ 70,937 വിവാഹ രജിസ്ട്രേഷൻ വീഡിയോ KYC വഴിയാണ് നടന്നത്. ഓൺലൈനായിട്ടാണ് നടന്നിട്ടുള്ളത്. ഇനി ഞാനൊരു രഹസ്യം പറയാം. എൻ്റെ വിവാഹം ഞാൻ രജിസ്റ്റർ ചെയ്തത് കെ സ്മാർട്ട് വന്ന ശേഷമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ലാപ്ടോപ്പ് എടുത്ത് ഓൺലൈനായിട്ട് അപേക്ഷിച്ച്. കാരണം പലതവണ അന്ന് ഒരുമിച്ച് പോകണേ, സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാനൊക്കെ ആദ്യം നോക്കി, നോട്ടീസ് കൊടുത്തു, പിന്നെ ഒരുമിച്ച് പോകണ്ടേ, മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയി. അപ്പം ഇങ്ങനെ അത് നടന്നില്ല. കേരളത്തിലെ ആദ്യത്തെ ഈ വീഡിയോ KYC വഴിയുള്ള രജിസ്ട്രേഷൻ നടന്നത് ഭർത്താവ് കാനഡയിൽ, ഭാര്യ മാനന്തവാടിയിൽ. കാനഡയിൽ സൂര്യൻ ഉദിച്ച മാനന്തവാടിയിൽ അസ്തമിക്കും, ഇവിടെ ഉദിച്ചാൽ അവിടെ അസ്തമിക്കും. 2 ടൈം സോണിലാണ്, ലോകത്തിൻ്റെ 2 അറ്റത്താണ്. അവിടെ ഇരുന്നുകൊണ്ടല്ലേ വിവാഹം രജിസ്റ്റർ ചെയ്തത്. കപ്പലിലിരുന്നിട്ടല്ലേ. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഷിപ്പിലാണ് ജോലിക്ക് കയറി, നടുക്കടലിലിരുന്നിട്ടല്ലേ ഭാര്യ നാട്ടിലും വിവാഹം രജിസ്റ്റർ ചെയ്തത്. അത് വലിയ വാർത്തയായി, നാഷണൽ അറ്റൻഷനുള്ള വാർത്തയായി. ഇന്ത്യൻ എക്സ്പ്രസ് പോലൊരു പത്രം മുഖപ്രസംഗം എഴുതി, നോ യുവർ കപ്പിൾ കേരളാസ് ഡിജിറ്റൽ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് മുഖപ്രസംഗം എഴുതുകയുണ്ടായി. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മലയാളം പത്രങ്ങൾ എന്താണെന്നറിയില്ല, ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, അവരറിഞ്ഞിട്ടില്ല, തിരക്കുകൊണ്ടായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മന്ത്രിയായ ഉടനെ വാട്സാപ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. തദ്ദേശ സേവനങ്ങൾ വേഗത്തിലാക്കും, കാര്യക്ഷമമാക്കും, ആളുകൾ നടന്ന് വലയേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു ആ വാട്സാപ്പിൽ. പ്രസംഗം കഴിഞ്ഞിരുന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ്. എന്താണെന്ന് വെച്ചാൽ, പ്രസംഗമൊക്കെ കൊള്ളാം, ഞാൻ എൻ്റെ വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചിട്ട് 3 മാസമായി. പല തവണ ഇന്ന കോർപ്പറേഷൻ സ്ഥലം പറയുന്നുണ്ട്, കയറി ഇറങ്ങി, ഇതുവരെ നടന്നിട്ടില്ല. ഓരോ തവണ അവിടെ കയറി ഇറങ്ങുമ്പോഴും ഒരു പന്നിപ്പടക്കമെങ്കിലും അങ്ങോട്ട് എറിയാൻ എനിക്ക് തോന്നാറുണ്ടെന്നാണ്. അപ്പോൾ അതാണ് സ്ഥിതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കെ സ്മാർട്ട് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് ഞാൻ പറയാം. ഈ 1 വർഷത്തിനിടയിൽ 81,212 ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തത് 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ്. എല്ലാത്തിനും നമുക്ക് കണക്കുകൾ ലഭ്യമാണല്ലോ, അപ്പോൾ തന്നെ കിട്ടുമല്ലോ. 3,200 സ്ക്വയർ ഫീറ്റ് വരെയാണ് നിങ്ങളുടെ വീടെങ്കിൽ അതിൻ്റെ പ്ലാൻ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാം. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ല. പണ്ടാണെങ്കിൽ AE അല്ലെങ്കിൽ ഓവർസിയർ നേരിട്ട് പോയി ഇത് പരിശോധിക്കണം. ഇത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ല. പ്ലാൻ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻ ചട്ടപ്രകാരമാണോ എന്ന് സോഫ്റ്റ്വെയറിൽ തന്നെയുള്ള റൂൾ എഞ്ചിനാണ് പരിശോധിക്കുന്നത്. മാനുവൽ ഇൻ്റർവെൻഷൻ ഇല്ല. സോഫ്റ്റ്വെയറിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സോഫ്റ്റ്വെയർ ആളെ നോക്കിയിട്ടല്ലോ, കക്ഷി രാഷ്ട്രീയമല്ല, ആളെ നോക്കിയിട്ടല്ല. പിന്നെ ഭാഗ്യത്തിന് ഇന്നേ വരെ കൈക്കൂലി വാങ്ങുന്ന സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് അത് ചോദിക്കില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ തന്നെ പരിശോധിക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് ഈ പരിശോധന പൂർത്തിയാവും. നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത വാട്സാപ്പ് നമ്പറിലാണോ അതോ ഇമെയിലാണോ എവിടെയാണോ വേണ്ടതെങ്കിൽ ഉള്ളം കയ്യിൽ പെർമിറ്റ് എത്തുകയാണ്. കാണില്ല, വിരൽത്തുമ്പിൽ സേവനങ്ങൾ വന്നു തുടങ്ങി. കുറച്ചു കാലം പിന്നോട്ട് ഞാൻ പോവാം. അപ്പം നമ്മളൊരാളൊരു നേതാവാവുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, ഇടപെടുന്നു, അതിനുവേണ്ടി സംസാരിക്കുന്നു, പരിഹരിക്കുന്നു, അവൻ നേതാവാവുന്നു, അവൻ ഉയർന്നു വരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നേതാക്കന്മാർ വരുന്നത് ഏതൊക്കെ ചാനലുകളിലെ ചർച്ചകളിൽ അവർ ചെന്നു, അവിടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രസൻസ് എത്രത്തോളമാണ്, ചാനലിലെ പൊതു ആയി കാണുന്ന സ്ഥലങ്ങളിലെ അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണ്. അതായത് ഷോർട്ട് കട്ടിലൂടെ നേതാക്കന്മാരാകുന്ന കാലത്തിലേക്കല്ലേ നമ്മൾ വന്നിരിക്കുന്നത് എന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അങ്ങനെയും പൊട്ടിമുളയ്ക്കുന്ന നേതാക്കളുണ്ട് ഇപ്പോൾ
സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ കാലത്ത് ഈ വിസിബിലിറ്റി കൊണ്ട് മാത്രം നേതാക്കളാവുന്നതാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, അവർക്കൊന്നും അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നതല്ലാത്ത, അതിലൂടെയാണല്ലോ നേതൃഗുണങ്ങൾ ആർജിക്കുന്നത്. നേതൃഗുണം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ ശരിയായിട്ട് മനസ്സിലാക്കാനും അപഗ്രഥിക്കാനുമുള്ള കഴിവ്, ആ പ്രശ്നത്തിൻ്റെ മർമ്മം കണ്ടെത്താനുള്ള കഴിവ്, അത് പരിഹരിക്കാനുള്ള ഇടപെടൽ, ജനങ്ങൾക്കൊപ്പം ശരിയായ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ള മനോഭാവം, സന്നദ്ധത, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ജനങ്ങളെ പഠിപ്പിക്കാനും ജനങ്ങളിൽ നിന്ന് പഠിക്കാനുമുള്ള കഴിവ് രണ്ടും പ്രധാനമാണ്. ചില കാര്യങ്ങൾ ജനക്കൂട്ടം പറയുന്നത് ശരിവെച്ചു കൊടുക്കലല്ല ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. ലീഡറുടെ ഗുണം അതല്ല. ജനങ്ങളെ ചിലത് പഠിപ്പിക്കാം, അതേസമയം ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയാണല്ലോ ഒരു നേതാവ് സമരങ്ങളുടെ അനുഭവങ്ങൾ, ഇതിലൂടെ പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവ്. ഒരു പ്രതിസന്ധി വന്നു, പെട്ടെന്ന് പകച്ചു പോവാതെ അതിനെ നേരിടാൻ ഉള്ള കഴിവ്, ഇതൊക്കെ ഈ റിയൽ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഒന്നാണ്. പ്രശ്നങ്ങളിൽ ഇടപെട്ട് മാത്രം ഉണ്ടാവുന്ന ഒന്നാണ്. അവർക്കേ നിലനിൽക്കാനാവും. അല്ലാതെ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്നവർക്കും അതൊക്കെ ക്ഷണികമാണ്, ഹ്രസ്വമാണ്. അതിന് തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ താരമായിട്ടോ മാധ്യമങ്ങളിൽ താരമായിട്ടോ വന്നിട്ടുള്ള ആളുകൾ വന്നതുപോലെ തന്നെ പോകും. കാരണം അവർ എക്സ്പോസ് ചെയ്യപ്പെടും. ഇത് ശരിയായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് മാത്രം ആർജിക്കാൻ കഴിയുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനത്തിൽ നിന്നുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ചെറിയ കാര്യമല്ല എന്ന കാര്യത്തിൽ ഒറ്റൊരു സംശയവും വേണ്ട. അതില്ലാത്തത് കൊണ്ടാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. ഒരു മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഒരാളാണ്, ഇംപ്ലിമെൻറ്റേഷൻ സാധ്യമായ ഒരാളാണ്. ഇപ്പോൾ പ്രായോഗികത നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് സാറിന് തോന്നാറുള്ളൊരു നിയമം, അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് തോന്നുന്നൊരു നിയമം, വരണമെന്ന് ആഗ്രഹിക്കുന്നൊരു നിയമം എന്തായിരിക്കും? ഒരു പാഴ്വസ്തു പൊതുസ്ഥലത്ത് ഒരാളും വലിച്ചെറിയാൻ ഇടയാക്കാത്തൊരു നിയമം. ഇപ്പോഴുള്ള രീതി എന്താ? നമ്മുടെ കയ്യിൽ ഒരു വസ്തു ആവശ്യം കഴിഞ്ഞാൽ കാണുന്നിടത്ത് വലിച്ചെറിയാനുള്ളതാണ്. നമ്മളിപ്പോൾ കുറേ ബോധവൽക്കരണം നടത്തി, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഫൈൻ വലിയ തോതിൽ ഈടാക്കി, അതിൻ്റെ കുറച്ച് മാറ്റം വന്നു. ബോധവൽക്കരണം കൊണ്ട് കാര്യമായിട്ടുള്ള തീരെ ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ കണ്ടു. ഒരു കല്യാണ വീട്ടിൽ ആളുകൾ, കല്യാണ വീടല്ല ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു, ആളുകൾ അവിടെ ഇരുന്ന് പലയിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. മാരി വലിച്ച് ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ എച്ചിൽ പാത്രങ്ങളും സ്പൂണും എല്ലാം, ഡിസ്പോസിബിൾ പ്ലേറ്റും മറ്റുമൊക്കെ വാരി വലിച്ച് കപ്പ് അവിടെ ചിതറിക്കിടക്കുന്നു. ഒരു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന 3-4 വയസ്സ് കാണും. ഒരു കുട്ടി ഓടി നടന്ന് ഇത് മുഴുവൻ പെറുക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ബേസ്മെൻറ്റിൽ ഇടുന്നു. അപ്പോഴേക്കും ഇവിടെ വീണ്ടും വന്ന് കാണും മുതിർന്നവർ ചെയ്യുന്നത്. വീണ്ടും ഈ കുട്ടി ഓടി വന്ന് ഇതെടുത്ത് അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. എനിക്കത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹൃദയസ്പർശിയായിട്ടൊരു വീഡിയോ ആയിട്ട് തോന്നി. നമ്മുടെ മുതിർന്ന ആളുകൾക്ക് ലജ്ജ തോന്നേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ മന്ത്രി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ചൊരു കാര്യം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. റിസൾട്ടൊക്കെ ഉണ്ടായി, പക്ഷെ ആഗ്രഹിച്ച മാറ്റം ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും വലിച്ചെറിയുന്നതിന് കുറവ് വന്നിട്ടില്ല. ഞാൻ സാറിനോട് ചോദിക്കാൻ വന്നത്, അടുത്തതായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം സാറ് പറഞ്ഞുവെങ്കിലും ഞാൻ ചോദിക്കട്ടെ. വലിച്ചെറിയൽ, സിവിക് സെൻസ് നമുക്കില്ല, ഒരുപാട് പേർക്കും ഇല്ല. ഞാൻ വണ്ടി പോകുമ്പോഴും കാണാറുണ്ട് കാറിൻ്റെയൊക്കെ ചില്ല് താത്തിയിട്ട് കുപ്പി എറിയുന്നതൊക്കെ. ഞാൻ ഇപ്പോഴും വളരെ അടുത്ത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവാണ്, തൃത്താലയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവാണ്. എൻ്റെ ഗൺമാൻ പെട്ടെന്ന് പറഞ്ഞു അത് വേസ്റ്റ് വലിച്ചെറിയുന്നു. ഇവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് എത്രമാത്രം ശ്രദ്ധിക്കുന്നതാണ്. ബൈക്കിൽ മുന്നിൽ പോയ ആളാണ്. ഒരു സ്ഥലത്ത് നിർത്തി, ഇരുട്ടത്ത്, രാത്രിയാണ്, വേസ്റ്റ് വലിച്ചെറിഞ്ഞു. ഈ കാറിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ഗൺമാൻ ഇത് കാണുന്നത്. ബൈക്ക് എടുത്ത് മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇത് ഇപ്പോൾ പോലീസ് ഉണ്ടല്ലോ, പൈലറ്റ് ഉണ്ട്, പൈലറ്റ് ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വേഗത്തിൽ പോയി മുന്നിൽ കയറി വണ്ടി തടഞ്ഞു. ഈ ബൈക്കുകാരനെ തടഞ്ഞു നിർത്തി. അപ്പോഴേക്കും വലിച്ചെറിഞ്ഞ സ്ഥലത്ത് നിന്ന് കുറേ ദൂരെ മുന്നോട്ട് പോയിട്ടുണ്ട്. തടഞ്ഞ് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതെന്തോ ചകിരിയോ അങ്ങനെ എന്തോ ആണ്, വേറെ വേസ്റ്റൊന്നുമല്ല, അത്
നമുക്കെല്ലാവർക്കും അറിയാം, ചകിരി ആരും ചുവന്ന് ഇത്രയും ദൂരം കൊണ്ടുവന്ന് വലിച്ചെറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ പറഞ്ഞു വേറെ തർക്കത്തിനൊന്നും പോണ്ട, അവിടെ വന്നിട്ട് റോട്ടിൽ തർക്കം ഉണ്ടാക്കണ്ടല്ലോ. പോലീസ് വന്ന് ഒരു ഫോട്ടോ എടുത്തു, ഗൺമാനും ഒരു ഫോട്ടോ എടുത്തു, വണ്ടി നമ്പർ എടുത്തു. ഇപ്പോൾ നമുക്കൊരു വാട്സാപ്പ് നമ്പറുണ്ട്. വേസ്റ്റ് വലിച്ചെറിയുന്നതിൻ്റെ ദൃശ്യങ്ങളോ ഫോട്ടോയോ വീഡിയോയോ ഫോട്ടോയോ ആ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ ആളെ കണ്ടെത്തി ഇട്ട ഫൈനിൻ്റെ 4/1 പാരിതോഷികം കൊടുക്കും. ഞാൻ മിസ്സാക്കി. നിങ്ങൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല. അതാണ് 9446 700 800. ആ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ആ വാട്സപ്പ് നമ്പറിൽ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ 67 ലക്ഷം രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ 4/1 ഇത് അയച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ്. അപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ 10,000 രൂപ ഫൈൻ ഇടുന്ന ഒരു കേസ് പിടിച്ചാൽ 2,500 പോക്കറ്റിലാണ്. 50,000 വരെ ഫൈനുണ്ട്. 50,000 ഒറ്റ കേസ് പിടിച്ചാൽ പിന്നെ ഒരാഴ്ച ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, 12,500 കൈ കിട്ടും. നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് ആരാ പറഞ്ഞു? അപ്പോൾ ഇത് ഏത് പൊതുജനങ്ങൾക്കും കൊടുക്കാം. ഒറ്റ കാര്യമുള്ളൂ, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒന്നുകിൽ വണ്ടിയുടെ നമ്പർ വേണം, അല്ലെങ്കിൽ ആളെ കിട്ടണം. പിന്നെ ഈ വലിച്ചെറിഞ്ഞ വേസ്റ്റിൻ്റെ പടം എടുത്ത് അയച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു കുറേ പേർക്ക് അറിയാം, എങ്കിലും ഇതൊരു ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സിവിക് സെൻസ് നമുക്ക് ഭയങ്കര കുറവാണ്. നമ്മളിതൊക്കെ പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ വേസ്റ്റ് എറിയുന്നുണ്ട്, വീട്ടിലെ വേസ്റ്റ് എല്ലാം എറിയുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിൽ നമുക്ക് എന്തെങ്കിലും കൂടി ചെയ്യാനായിട്ട് സാധിക്കുമോ ഇതിലൊരു വ്യത്യാസം വരുത്താനായിട്ട്? ഈ ഒരുപാട് വ്യത്യാസം ഇപ്പോൾ വന്നില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് എറണാകുളത്തിരുന്നാണ്. ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരമാണോ? നോക്കൂ സാർ, ബ്രഹ്മപുരം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിലൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ബ്രഹ്മപുരം എന്ന് പറയുന്നത്, ഞാൻ കൊച്ചിക്കാരി ആയതുകൊണ്ട് തന്നെ എന്നെ വളരെയധികം കൊല്ലങ്ങളോളം വിഷമിപ്പിച്ച ഒരു പേരാണ്. ഞങ്ങൾ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും തന്നെ, അതിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ബ്രഹ്മപുരം ഇപ്പോൾ ഒരു ഹരിതഭൂമിയായി മാറുകയും അവിടെ നിന്നുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 2023 ഒരു തീപിടുത്തം, അതിനുശേഷം അല്ലേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? തീർച്ചയായിട്ടും അതെ. ആ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തി ആണ്. അതിനെ ഒരു അവസരമാക്കിയിട്ട് മാറ്റുക ചെയ്തത്. അങ്ങനെ തന്നെ ഗവൺമെൻറ് പറഞ്ഞത്. ഞാൻ അടിയന്തര പ്രമേയത്തിന് പറഞ്ഞ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതൊരു ആപത്താണ്, പക്ഷേ ഈ ആപത്തിനെ ഞങ്ങൾ അവസരമാക്കി മാറ്റും. ബ്രഹ്മപുരം മാത്രമല്ല, കേരളം മുഴുവൻ വൃത്തിയാക്കാൻ ബ്രഹ്മപുരം പൂങ്കാവനമാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ട്രോളായിരുന്നു കേട്ടോ. കാരണം ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നാണ് വിചാരിച്ചത്. എന്തൊരു തള്ളാണി തള്ളുന്നതെന്നാണെന്ന് പറഞ്ഞത്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ പൂങ്കാവനമായല്ലോ. പൂക്കൾ വിടർന്നു ബ്രഹ്മപുരത്ത്, പച്ചപ്പ് അവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല, 150 ടണ്ണിൻ്റെ CBG പ്ലാന്റ് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് 93 കോടി രൂപ ചെലവിൽ BPCL ഉണ്ടാക്കിയത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ശരിയാണ്, ആ തീപിടുത്തം വേണ്ടി വന്നു എന്ന് പറയാം. പക്ഷേ ആ തീപിടുത്തത്തെ, അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. തീപിടുത്തം നടന്ന ദിവസം ഭയങ്കര വിവാദങ്ങളായി നടന്ന ദിവസങ്ങളിലെല്ലാം 12 ദിവസം തീ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും അതിനെക്കുറിച്ച് ഓർത്തോ? പിന്നെ എവിടെയെങ്കിലും വാർത്ത ഉണ്ടായോ? പക്ഷെ ഞങ്ങളത് മറന്നില്ലല്ലോ. ഇനി ഒരു ബ്രഹ്മപുരം മാത്രമല്ല, ബ്രഹ്മപുരത്ത് CBG പ്ലാന്റ് വന്നു. കുരിപ്പുഴയിൽ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ചണ്ടിമുക്ക് എന്നറിയപ്പെട്ട സ്ഥലമുണ്ട്. അവിടുത്തെ ഡം സൈറ്റായിരുന്നു. 14 ഏക്കറാണ്. അത് മുഴുവൻ ക്ലിയർ ചെയ്തു. അവിടെ ഒരു റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി ഇപ്പോൾ 2 മാസം ഉദ്ഘാടനം ചെയ്തു. ഇനി IT പാർക്ക് വരാൻ പോകുന്നു. അതുപോലെ നമ്മുടെ ഗുരുവായൂരിലെ ശവക്കോട്ട എന്നാണ് അറിയപ്പെട്ട സ്ഥലം, ഡം സൈറ്റായിരുന്നു. അത് മാറി അവിടെ ഇപ്പോൾ വലിയ ഒരു പാർക്ക്, ഒപ്പം ആധുനിക വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ്, രണ്ടും അടുത്തടുത്താണ് വന്നു. വൈകുന്നേരങ്ങളിൽ കുട്ടികളും മുതിർന്നവരൊക്കെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്ന സ്ഥലമായി. മുമ്പ് എടുക്കാൻ പറ്റാതിരുന്ന സ്ഥലമായിരുന്നു. കഴിഞ്ഞ മാസമാണ് ഞാൻ മലപ്പുറം നഗരത്തിലെ ഏറ്റവും വലിയ ഡം സൈറ്റ് ക്ലിയർ ചെയ്തത്, ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്തത്, അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയത്. അപ്പോൾ എന്നോട് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ ഉപനേതാവ്, പറഞ്ഞതിൽ ഏറ്റവും സമാധാനം എനിക്കാണ്. കാരണം എൻ്റെയും പാണക്കാട് തങ്ങളുടെയും വീട് ഇതിൻ്റെ തൊട്ടടുത്താണ്. ഏറ്റവും ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചവരാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിൽ ഉണ്ടായൊരു മാറ്റം എന്താണെന്നാണ് കാണിക്കുന്നത്. ഒരു സ്ഥലത്ത് മാലിന്യം മൂടിക്കിടന്ന സ്ഥലം IT പാർക്കാവുന്നു, വേറൊരു സ്ഥലം മറ്റേ CBG പ്ലാന്റ് വരുന്നു, മറ്റൊരു സ്ഥലത്ത് ഇൻ്റർനാഷണൽ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നു. പിന്നെ നമുക്ക് സ്വച്ഛ് സർവേഷൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുചിത്വ സർവേയിൽ വലിയ കുതിപ്പ് ഈ വർഷം നമുക്ക് നേടാൻ പറ്റി. ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടായി. കേരളത്തിലെ 8 നഗരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചു. സാറ് ജനിച്ചത് പഞ്ചാബിലാണ്. അവിടെ നിന്നാണ് രാഷ്ട്രീയ തട്ടകം പാലക്കാട്ടേക്ക് മാറ്റുന്നത്. പാലക്കാട്ടേക്ക് വന്നപ്പോൾ എത്രത്തോളം
സർ ഒന്ന് എങ്ങനെയാണ് പൊളിറ്റിക്സിലേക്ക് വന്നതെന്നുള്ളൊരു ചോദ്യം. എല്ലാവരും പെട്ടെന്ന് ഒരാൾ പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരാൾ ഇവിടെ പൊളിറ്റിക്സിലേക്ക് വരണം. അതുപോലെ പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം സാറിനെ എത്രത്തോളം പേഴ്സണലി പൊളിറ്റിക്കലി ഒക്കെ റിഫൈൻഡ് ആക്കിയിട്ടുണ്ട്? പാലക്കാടും സാറും എങ്ങനെയാണ്? തീർച്ചയായിട്ടും. ആദ്യം പഞ്ചാബിൽ ഞാൻ 5 വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളൂ. ജനിച്ചത് പഞ്ചാബിലെ മിലിറ്ററി ഹോസ്പിറ്റലിലാണ്. അച്ഛൻ ആർമിയിലായിരുന്നുണ്ട്. 5 വയസ്സ് വരെ അവിടെ ആയിരുന്നു. അപ്പോഴേക്കും അച്ഛന് ചൈനീസ് അതിർത്തിയിലേക്ക് അരുണാചൽ പ്രദേശിലേക്ക് സ്ഥലം മാറ്റമായി. അപ്പോൾ ഫാമിലി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അപ്പോൾ പഠിച്ചതൊക്കെ കേരളത്തിലാണ്. ഞാൻ സാധാരണ അവിടുത്തെ എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചതൊക്കെ. പിന്നെ ഒറ്റപ്പാലം NSS കോളേജിൽ, തിരുവനന്തപുരത്ത് ലോ, ഇങ്ങനെയാണ് പഠിച്ചു വന്നത്. അപ്പോൾ എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആഭിമുഖ്യമില്ല. രാഷ്ട്രീയത്തോട് വലിയ വൈമുഖ്യമുള്ള കുടുംബമാണ്. വലിയ അപകടമാണെന്ന് കരുതിയിരുന്നവരാണ്. ഇടതുപക്ഷത്തോടാണെങ്കിൽ ഒട്ടും ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം. അത് ഇന്ദിരാഗാന്ധിയുടെ ചിത്രമാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ് അച്ഛനും അമ്മയും. പിന്നെ അമ്മയുടെ കുടുംബമൊക്കെ പൂർണ്ണമായിട്ടും പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നുള്ളത് ചിന്തിക്കാനേ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് നാട്ടിൽ വന്നു, സ്കൂളിൽ പഠിച്ചു. ആദ്യം കൈലിയാട് KVUP സ്കൂൾ 7ാം ക്ലാസ് വരെ, പിന്നെ ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ. അതിനൊരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ നാട്ടിൽ നിന്ന് ബസ്സിൽ പോകാവുന്നത് ഷൊർണൂരിലേക്കാണ്. ചളവറയിലേക്ക് ബസ്സില്ലെന്ന് 5 കിലോമീറ്റർ നടക്കണം. ക്ലാസ്സിൽ മിക്കവാറും ഞങ്ങൾ നന്നായി പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്. എല്ലാവരും പട്ടണത്തിലെ സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ച് മനോഹരമായൊരു സ്ഥലത്താണ് ആ സ്കൂള്. തന്നി നാട്ടുമ്പുറമാണ്. ഞാൻ പറഞ്ഞല്ലോ ബസ്സില്ല, നടന്നു വേണം പോകാൻ. അപ്പം എൻ്റെ തീരുമാനമാണ് ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ സമ്മതിച്ചു. പിന്നീട് എനിക്കും തോന്നി, നടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ രാവിലെ നടക്കാൻ തുടങ്ങി. അബദ്ധമായി പോയി. ബസ് കയറി പോകാവുന്ന ഷൊർണൂർ പോയാൽ മതിയായിരുന്നു. 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും സ്വയം വരിച്ച നടപ്പാണ്. പക്ഷെ ആ നടപ്പാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴി തന്നെ മാറ്റിമറിച്ചത്. ചളവറയ്ക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. ചളവറ എന്ന് പറഞ്ഞാൽ തന്നി നാട്ടുമ്പുറമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. 57 EMSൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒറ്റ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അവിശ്വാസ പ്രമേയം വന്ന് അന്ന് ആശുപത്രിയിൽ നിന്ന് സ്ട്രക്ചറിൽ വന്ന് വോട്ട് ചെയ്ത PV കുഞ്ഞുണ്ണി നായർ, അന്നത്തെ ഒറ്റപ്പാലത്തെ MLA, അദ്ദേഹം ചളവറക്കാരനാണ്. ഈ നടത്തം എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിലൂടെയുള്ള നടത്തമാണ് യഥാർത്ഥത്തിൽ. രാവിലെ സ്കൂളിലേക്ക് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ആ നടത്തത്തിലൂടെ ഒരു നാടിൻ്റെ ചരിത്രം മനസ്സിലാക്കി അവിടെ നിന്നാണ് എൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുന്നത്. അതെന്നെ വല്ലാതെ സ്വാധീനിക്കുകയും ആവേശം കൊള്ളിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇത്തരം ആളുകളുമൊക്കെ ആയിട്ടുള്ള വിനിമയം 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ SFI ആവുന്നത്. അപ്പോഴേക്കും ആയി. വീട്ടിൽ വലിയ കോളിളക്കമായിരുന്നു അതുണ്ടാക്കിയത്. SFI ആയി. അന്ന് നടന്ന പോളിടെക്നിക് സമരത്തിന് നേതൃത്വം കൊടുത്തു. 27 ദിവസത്തെ പഠിപ്പുമുടക്കാണ്. ഞാനാണെങ്കിൽ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പഠിക്കുന്നതിന് മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം പ്രസംഗം, കഥ, കവിത, ഇതിലെല്ലാം ഞാൻ ക്യൂസ് വിന്നറായിരുന്നു. പിന്നീട് കോളേജിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഉണ്ട്. എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആദ്യത്തെ അനിശ്ചിതകാല പഠിപ്പ് മുടക്കൻ്റെ നോട്ടീസുമായിട്ട് ഞാൻ വിറച്ചാണ് പോകുന്നത്. ഞാൻ സ്കൂൾ ലീഡറാ. അപ്പം എല്ലാവരും കൂടി എന്നെ തള്ളി ഹെഡ് മാസ്റ്റർ മുമ്പിലേക്ക് ഇട്ടു. നേരെ ഈ മേശയിൽ പോയി കൈകുത്തി ഇങ്ങനെ വീഴുകയാണ്. മാഷ് ജനാർദ്ദന മേനോനാണ് അപ്പോൾ മരിച്ചു അടുത്ത കാലത്ത്. എന്നോട് ചെന്താ രാജേഷ്. അപ്പം ഇങ്ങനെ വിറച്ച് നോട്ടീസ് കൊടുത്തു. മാഷ് ഇത് വായിച്ചു. അനിശ്ചിതകാല പഠിപ്പ് മുടക്കൻ്റെ നോട്ടീസാണ്. വായിച്ചിട്ട് ഈ കണ്ണട ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട്, എന്നാലും കുട്ടിയുടെ നിന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ഭൂമി പിളർന്ന് താഴെ പോയതുപോലെയായി. എന്തോ ഒരു മഹാ അപരാധമാണല്ലോ ഞാൻ ചെയ്തത്. മാഷ് ഇങ്ങനെ പറഞ്ഞോടുകൂടി ഞാൻ തകർന്നുപോയി. ഞാൻ എൻ്റെ സമനില വീണ്ടെടുത്ത് ഞാൻ ചെയ്തതിൽ തെറ്റില്ല. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തിനെതിരായ സമരം നടക്കുകയാണ്. അന്നത്തെ SFI സംസ്ഥാന സെക്രട്ടറി മത്തായി ചാക്കോ മരിച്ചുപോയി. അനിശ്ചിതകാല നിരാഹാരത്തിലാണ്. അപ്പോൾ ആ സമരം ന്യായമായൊരു സമരമാണ്. എനിക്ക് മാഷോടൊക്കെ വലിയ ആദരവ്, അധ്യാപകരൊക്കെ ഇട്ട് ഭയങ്കര ആദരവും, അവർക്ക് എന്നെയും വലിയ കാര്യമാണ്. ഞാൻ നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി. നേരെ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളൊരു 1000-ഓളം കുട്ടികൾ പ്രകടനം നടത്തുകയാണ്. ആ സമരം എന്നെ രൂപപ്പെടുത്തിയൊരു സമരമാണ്. 27 ദിവസം സമരം നടത്തി. ഒരു ഘട്ടത്തിൽ എന്നെ പുറത്തു വെച്ചിട്ട് ഈ ക്ലാസ് മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ചേർന്ന് മർദ്ദിച്ചു. എനിക്ക് 15 വയസ്സാണെന്ന് പ്രായം.
പക്ഷെ അതൊക്കെ ഒരു ധൈര്യം ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ SFIയിലേക്ക് വരുന്നതും SFIയിലങ്ങ് ഉറച്ചു പോകുന്നതും. കോളേജിലേക്ക് ഞാൻ ചെല്ലുമ്പോഴേക്കും തന്നെ ഒരു ഉറച്ച SFIക്കാരനായിട്ടാണ് പോകുന്നത്. കോളേജിലും ഇതുപോലെ എനിക്ക് അധ്യാപകരൊക്കെ ഏറ്റവും വളരെ നല്ല ബന്ധമായിരുന്നു. ഞാൻ വളരെ ആദരവോടെ അധ്യാപകരോട് പെരുമാറില്ല, അവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു. പക്ഷേ ഈ വക കാര്യങ്ങളിലൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ പിന്നെ SFI ആയിട്ട് സജീവമായ SFI ആയി മാറി, സജീവ സംഘടനാ പ്രവർത്തകനായി. വീട്ടിൽ നിരന്തരം സംഘർഷമായിരുന്നു ആ സമയത്ത്. അതിനെയൊക്കെ നേരിട്ട് വീട്ടുകാരുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം അവരിതല്ല ആഗ്രഹിക്കുന്നത്. അവർക്ക് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത് അപ്പോഴും ഞാൻ മാനിച്ചിരുന്നു കേട്ടോ. ഞാൻ അവരെ എതിർക്കുന്നത് തെറ്റാണ് കുറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ വഴി ശരിയാണെന്ന് എനിക്ക് അന്ന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. വീട്ടുകാർക്കും എന്നെക്കുറിച്ച് നല്ല ഈ വിഷമം ഉണ്ട്, എതിർപ്പുണ്ടെങ്കിലും തെറ്റായൊരു കാര്യം ചെയ്യില്ല എന്നുള്ള വിശ്വാസം വീട്ടുകാർക്കുണ്ടായിരുന്നു. അത് പിന്നീട് വീട്ടുകാരുടെ എതിർപ്പ് പിന്നെ എതിർത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഘട്ടം വന്നു. എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അവരെ പിന്നെ എന്നെ എൻ്റെ വഴിക്ക് വിടാൻ നിർബന്ധിതമായി. സാർ, ഇനിയിപ്പോൾ എല്ലാവരും വളരെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങളിലൊന്നാണ്, ഇപ്പം അടുത്ത ഒരു ഘട്ടം കൂടി ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരികയാണെന്ന് നമ്മൾ കരുതുക. സാർ വളരെ കോൺഫിഡൻ്റ് ആണ് അതിനെക്കുറിച്ച്, വരും എന്ന് ഉറപ്പിച്ചാണ് സാർ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ LDF നമ്മുടെ ഇടതുപക്ഷം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ചാലഞ്ച് എന്തായിരിക്കും? അതിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചാലഞ്ച് തന്നെയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് വളരെ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടാണ് കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ അർഹമായ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, സാമ്പത്തികമായിട്ട് കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇനിയും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കും. കാരണം രാഷ്ട്രീയമായിട്ടുള്ള കേരളത്തോടുള്ള ഒരു എതിർപ്പ് ഒരു പ്രതികാര മനോഭാവമായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. സാർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഒരുപാട് കാലം കാത്തിരുന്നിട്ട് നമ്മളിതിങ്ങനെ നീട്ടി വെച്ചിട്ട് വന്നൊരു സംഭവമാണ്. അപ്പം സാറിൻ്റെ സന്തോഷം, വളരെ നല്ല ഒരു സംഭാഷണമായിട്ടാണ് തോന്നിയത്. സാറിൻ്റെ കോൺഫിഡൻസ് കണ്ടിരിക്കുന്നവർക്കും അതൊരു കോൺഫിഡൻസ് തന്നെയാണ്. അതായത് പലരുടെയും മനസ്സിൽ വരുന്ന ഇനിയുള്ള 5 വർഷത്തിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സാർ. ഒരുപാട് നന്ദി. താങ്ക് യു സാർ. ഇത് 40 years ഓഫ് സൈന ഞങ്ങളുടെ ഭാഗത്തുനിന്ന്.